ഇത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. മകൻ ഉമ്മയെ വെട്ടിക്കൊന്നിരിക്കുന്നു. സാക്ഷിയുള്ള ഓരോ മനുഷ്യനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത. താമരശ്ശേരിയിലെ സുബൈദ എന്നവരെയാണ് മകൻ വെട്ടിക്കൊന്നത്. സുബൈദ എന്നവർ രോഗാവസ്ഥയിലായിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടപ്പിലായിരുന്നു സുബൈദ. ഈ സമയത്ത് താങ്ങും തണലുമായി ഇരിക്കേണ്ട മകനാണ് കൃത്യം ചെയ്തത്. ജോലിയെടുത്താണ് സുബൈദ തൻ്റെ മകനെ വളർത്തിയത്. താൻ ജോലിയെടുത്ത് മകനെ വളർത്തിക്കഴിഞ്ഞാൽ മകൻ വലുതായി കഴിഞ്ഞാൽ തനിക്കൊരു താങ്ങും തണലുമാവുമെന്ന് സുബൈദ വിചാരിച്ചു. ഇതുപോലെ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് എല്ലാവരും മക്കളെ വളർത്തുന്നത്. ഇതൊക്കെ വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നത് ഒരു വിധിയല്ല. ജോലി ചെയ്താണ് മകനെ സുബൈദ പഠിപ്പിച്ചെങ്കിലും മകൻ പഠിത്തത്തിലൊക്കെ അത്യാവശ്യം മുൻനിരയിൽ തന്നെയായിരുന്നു. അങ്ങനെ തൻ്റെ മകൻ്റെ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞപ്പോൾ സുബൈദ വിചാരിച്ചു താൻ രക്ഷപ്പെടും, തന്നെ തൻ്റെ മോനെ നോക്കിക്കോളും എന്നൊക്കെ സുബൈദ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഉമ്മാക്ക് ഈ മകനിൽ. ഉമ്മയെ കാണാൻ വന്ന മകൻ കത്തിവെച്ചാണ് ഉമ്മയെ കൊലപ്പെടുത്തിയത്. 25 വയസ്സുകാരനാണ് ആഷിഖ്. നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കെ മയക്കുമരുന്നുമായ ഒരു കേസിലകപ്പെട്ട് ആഷിഖ് പിടിക്കപ്പെടുകയായിരുന്നു. അതിനിടയിൽ ആഷിഖ് ബാംഗ്ലൂരിൽ പോയി 3 ദിവസം കഴിഞ്ഞാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഉമ്മയെ കാണാനെന്ന നിലയിലേക്ക് വന്നായിരുന്നു ഈ ആക്രമണം ചെയ്തത്. ഒരു മകനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കത്തിൽ പിന്നീട് ഉമ്മയെ കത്തിവെച്ച് വെട്ടുകയായിരുന്നു മകൻ. എന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റബ്ബേ? ഉമ്മ എന്ന് വാക്ക് കേട്ടാൽ തന്നെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉമ്മ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴേ അവരുടെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവുകയില്ല എന്ന പഴഞ്ചൊല്ല് എത്ര ശരിയാണ്. അറിയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒത്തിരി അകന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ദിനം ദിനം എത്ര കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തു പറ്റി റബ്ബേ? മനുഷ്യൻ്റെ ജീവന് ഇത്രയും വിലയില്ലാതെയായി പോയോ? എൻ്റെ സഹോദരിയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കെയാണ് ആഷിഖ് ഇങ്ങനെ ചെയ്തത്. ആഷിഖ് ലഹരിക്ക് അടിമപ്പെട്ടിരുന്നെന്നാണ് നാട്ടുകാരും അതുപോലെ ഉമ്മയുടെ സഹോദരിയും പറയുന്നത്. എന്തായാലും ഒരു ഉമ്മാക്കും ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ.